SSLC+2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ കുട്ടികൾക്ക് അംഗീകാരത്തിന്റെ തിളക്കത്തിനൊപ്പം ലക്ഷ്യബോധവും പകർന്ന് ദീപിക വിജയോത്സവം. പടന്നക്കാട് ഗുഡ് ഷെപ്പേർഡ് പാസ്റ്ററൽ സെന്ററിൽ നടന്ന പരിപാടിയിൽ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 1000-ഓളം കുട്ടികൾ പങ്കെടുത്തു. SSLC+2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ കുട്ടികൾക്ക് അംഗീകാരത്തിന്റെ തിളക്കത്തിനൊപ്പം ലക്ഷ്യബോധവും പകർന്ന ദീപിക വിജയോത്സവം. പടന്നക്കാട് ഗുഡ് ഷെപ്പേർഡ് പാസ്റ്ററൽ സെന്ററിൽ നടന്ന പരിപാടിയിൽ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 1000-ഓളം കുട്ടികൾ പങ്കെടുത്തു. ജീവിതത്തിൽ ലക്ഷ്യം കാണുന്ന കാര്യങ്ങൾ പവിത്രവും മാർഗങ്ങൾ ശരിയുമാണെങ്കിൽ തീർച്ചയായും ഫലങ്ങൾ നമ്മെ തേടിയെത്തുമെന്ന് പരിപാടി ഉദ്ഘാടനം ചെയ്ത വിജിലൻസ് ഡിവൈഎസ്പിയും സിനിമാ താരവും എഴുത്തുകാരനുമായ സിബി തോമസ് പറഞ്ഞു. പക്ഷെ ഞാൻ രണ്ടും കമ്പയർ ചെയ്ത് നോക്കിയപ്പോൾ ഇവിടെ ഒരുപാട് എനർജി നേരിടുന്ന സംഭവമാണ്. വിജിലൻസ് കോളേജിൽ പോകണം, മറ്റൊരു ദിവസം പോകാൻ ആബ്സെന്റ് മെസ്സേജ് കൊടുത്തതാണ്. പക്ഷേ ഈ പ്രോഗ്രാം എനിക്ക് മിസ്സായാൽ എനിക്ക് തോന്നുന്നത് എൻ്റെ ജീവിതത്തിൽ വലിയൊരു നഷ്ടമായിട്ട് കരുതുക. അതുകൊണ്ട് തന്നെയാണ് ജോർജ് എന്നെ വിളിച്ച് ക്ഷണിച്ചപ്പോൾ ഞാൻ ഈ പരിപാടി വരാൻ ശ്രമിച്ചത്. കാരണം വിജയികളോടൊപ്പം നിൽക്കുന്നത് ഭയങ്കര എനർജി ക്രിയേറ്റ് ചെയ്യുന്ന സംഭവമാണ്. നമ്മുടെ പോസിറ്റീവ് എനർജി കൂടി ഒരുപക്ഷെ നമ്മുടെ ആയുസ് തന്നെ വർദ്ധിപ്പിക്കുന്ന ഒരു പ്രോഗ്രാമാണ്. വിജയിച്ചു എന്നുള്ളത് സത്യമാണ്, എല്ലാവരും സന്തോഷമാണ്. വിജയം നിലനിർത്തുക എന്നുള്ളത് വലിയൊരു ടാസ്ക്കാണ്. കാരണം വിജയിച്ചു മാത്രം പോയ ആളുകൾക്ക് പെട്ടെന്നൊരു പരാജയമല്ല, നമ്മൾ പിന്നോക്കം പോകും. ഒരിക്കലും പാടില്ല. ഞാനിങ്ങനെ ജസ്റ്റിങ്ങനെ ഗോപിനാഥ് സാറിൻ്റെ ചില ടോക്കുകൾ മിക്കവാറും കേൾക്കുന്നതാണ്, ഭയങ്കര ഇഷ്ടമാണ് അദ്ദേഹത്തിൻ്റെ ടോക്കുകൾ. അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം മനുഷ്യനായി പ്രാക്ടീസ് ചെയ്ത് ചെറുപ്പത്തിൽ വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ അച്ഛൻ അത്രയധികം പ്രോത്സാഹിപ്പിച്ചിരുന്നില്ല. അമ്മ കുറച്ച് കൂടുതലുമായി. അതിനുശേഷം അച്ഛൻ മരണക്കിടക്കിയ അമ്മയുടെ കൈപിടിച്ച് പറയുകയാണ്, കുട്ടൻ മാജിക് ലോകത്ത് നന്നായി ശോഭിക്കാൻ സാധ്യതയുണ്ട്, അവനെ സപ്പോർട്ട് ചെയ്യണം. ഉദ്ദേശിച്ച ഫലങ്ങൾ ആദ്യം തന്നെ ലഭിച്ചില്ലെങ്കിൽ നിരാശപ്പെടേണ്ടതില്ലെന്നും ആത്മാർത്ഥമായി ശ്രമിച്ചാൽ അല്പം വൈകിട്ടായാലും അതിന് പ്രതിഫലം ലഭിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. തലശ്ശേരി അതിരൂപതാ വികാരി ജനറൽ മോൺ മാത്യു ഇളംതുരുത്തിപ്പടവിൽ അധ്യക്ഷത വഹിച്ചു. നഗരസഭാ കൌൺസിലർ ലിസി ജേക്കബ്, ലിജു രാജു, VP അളക, YR ജോസഫ്, അലക്സ് കട്ടക്കയം, ദീപിക റെസിഡൻസ് മാനേജർ ഫാദർ വിപിൻ വെമ്മേനിക്കട്ടയിൽ, അസിസ്റ്റന്റ് ജനറൽ മാനേജർ ജോർജ് തയ്യിൽ എന്നിവർ സംസാരിച്ചു. ഏഞ്ചൽ അൽഫോൺസ്, അമന്യ വിനു എന്നിവർ പ്രാർത്ഥനാ ഗാനങ്ങൾ ആലപിച്ചു. SSLC+2 CBSE ICSE പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ കുട്ടികൾക്ക് സ്വർണ്ണ മെഡലുകൾ സമ്മാനിച്ചു. മികച്ച വിജയം നേടിയ സ്കൂളുകൾക്ക് ആദരഫലകം കൈമാറി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.